നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 ഹിസ്റ്ററി ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന +1 ഹിസ്റ്ററി പബ്ലിക് എക്സാമിന് നിർബന്ധമായിട്ടും വരും എന്ന് ഉറപ്പുള്ള ചോദ്യം, അതിൻ്റെ ഉത്തരം. പ്രമേയം 2 എഴുത്തുവിദ്യയും നഗരജീവിതവും എന്ന ചാപ്റ്ററിൽ നിന്നാണ്. മെസപ്പൊട്ടോമിയയെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 5 മാർക്ക് ചോദ്യമാണ്. ചിലപ്പോൾ എസ്സേ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തായാലും പറയുന്ന കാര്യങ്ങൾ ടോപ്പിക്ക് നമ്മൾ ഓരോ പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം ഉപകരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്ത് പഠിക്കുക. അതായത് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. പരീക്ഷയുടെ അടുത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുന്നത്. എന്തായാലും നോക്കാം. നമ്മൾ മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്കായിട്ട് പറയാം. മെസപ്പൊട്ടേമിയൻ എഴുത്തുവിദ്യയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് വിവിധ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങളിൽ നിന്നാണ്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യയെക്കുറിച്ച് ലോകത്തിന് വിവരം ലഭിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ സംസ്കാരം നിലനിന്നിരുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കളിമൺ ഫലകങ്ങളിൽ നിന്നാണ്. മെസപ്പൊട്ടോമിയൻ ജനത കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. എഴുത്തുകാരൻ കളിമണ്ണ് കുഴച്ച് ഫലക രൂപത്തിലാക്കുന്നു. ഉപരിതലം മിനുസപ്പെടുത്തിയെടുത്ത് മൂർച്ചയേറിയ എഴുത്താണി ഉപയോഗിച്ച് ആശയങ്ങൾ രേഖപ്പെടുത്തി വെയിലത്ത് ഉണക്കിയെടുക്കും. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു കളിമൺ ഫലകം കിട്ടുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? മെസപ്പൊട്ടോമിയൻ ജനത കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. നമ്മൾ കണ്ടു. എഴുത്തുകാരൻ എന്താ ചെയ്യുന്നത്? കളിമണ്ണ് കുഴച്ച് ഫലക രൂപത്തിലാക്കും, അതായത് ഒരു പലകയുടെ രൂപത്തിലാക്കും. എന്നിട്ട് അതിന് ഉപരിതലം, അതായത് നമ്മുടെ മുകൾ ഭാഗം, അത് മിനുസപ്പെടുത്തി മൂർച്ചയേറിയിട്ടുള്ള എഴുത്താണി ഉപയോഗിച്ചിട്ടാണ് അതിൽ അവരുടെ ആശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. എന്നിട്ട് അത് വെയിലത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മെസപ്പൊട്ടോമിയൻ ലിപി അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്നാണ് മെസപ്പൊട്ടോമിയൻ ലിപി അറിയപ്പെടുന്നത്. ക്യൂനസ്, ഫോർമ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ഈ ഒരു ക്യൂണിഫോം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ആപ്പിൻ്റെ ആകൃതി എന്നാണ്. ആപ്പിൻ്റെ ആകൃതിയിലാണ് ചിത്രങ്ങളും ചിഹ്നങ്ങളുമാണ് ഇവർ ഇതിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഓക്കെ, ആപ്പ് എന്ന അർത്ഥം വരുന്ന ക്യൂനസ്, ഫോർമ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മെസപ്പൊട്ടോമിയൻ്റെ ലിപിയായിട്ടുള്ള ക്യൂണിഫോം എന്ന ലിപി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആപ്പിൻ്റെ ആകൃതിയിൽ, ആപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആപ്പിൻ്റെ ആകൃതിയിലാണ് ഇതിൽ ചിത്രങ്ങളും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇതൊരു ചിത്രലിപിയാണ് എന്ന് പറയാം. ക്യൂണിഫോം എന്താണ്? ക്യൂണിഫോം ഒരു ചിത്രലിപിയാണ്. 100 കണക്കിന് ചിഹ്നങ്ങളാണ് ഇതിൽ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അക്ഷരങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യൂണിഫോം ലിപി അക്ഷരങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. എന്താണുള്ളത്? ചിഹ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്യൂണിഫോം ലിപി മെസപ്പൊട്ടേമിയക്കാരുടെ ചിഹ്നങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ലിപിയാണ്. ഓക്കെ, അതായത് അതിൽ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇതുവരെ ആർക്കും അത് മുഴുവനായിട്ടും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതൊരു നിഗൂഢ ലിപിയായിട്ടാണ് അറിയപ്പെടുന്നത്. നിഗൂഢ ലിപി എന്ന് പറഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്, അതായത് അത് മുഴുവനായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ നിഗൂഢ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ആർക്കും ആ ലിപി, ക്യൂണിഫോം ലിപി മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും വായിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്യൂണിഫോം ലിപി ലോകത്ത് ഒരു നിഗൂഢ ലിപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എഴുത്തുവിദ്യയുടെ
പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഈ ഒരു ക്യൂണിഫോം ലിപി പ്രധാനമായും മെസപ്പൊട്ടേമിയയിൽ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? രാജകീയ വിളംബരങ്ങൾക്ക്, അതായത് രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ വിളംബരം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, വിളംബരം നടത്താൻ വേണ്ടി, നിഘണ്ടു രൂപീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിഘണ്ടു നിർമ്മാണത്തിന് വേണ്ടി. മൂന്നാമത്തെ പോയിന്റ്, ഭൂമി ഇടപാടുകൾക്കും രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നതിനും വേണ്ടി, രാജാക്കന്മാരുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നതിന്, സന്ദേശങ്ങൾ അയക്കുന്നതിന്, സാഹിത്യകൃതികൾ രചിക്കുന്നതിന്. അപ്പോൾ പ്രധാനമായ മേഖലകളിലൊക്കെ ഈ ഒരു ക്യൂണിഫോം ലിപി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ എഴുത്തുവിദ്യയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ അതുമാത്രമായിട്ട് ക്യൂണിഫോം ലിപിയുടെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ, എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉണ്ടായിരുന്നത്? രാജകീയ വിളംബരങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു, നിഘണ്ടു നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു, ഭൂമി ഇടപാടുകൾക്കും രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു, രാജാക്കന്മാരുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു, സന്ദേശങ്ങൾ അയക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു, സാഹിത്യകൃതികൾ രചിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, മെസപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ സുമേറിയനായിരുന്നു, അത് മനസ്സിലാക്കണം. അപ്പോൾ ക്യൂണിഫോം എന്ന് പറയുന്നതിന് മുമ്പ് അല്ലേ, ക്യൂണിഫോം ലിപിയാണ്, പക്ഷേ നമ്മൾ ഭാഷ ഏതാണ്? മെസപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ സുമേറിയനായിരുന്നു. പിന്നീടത് അക്കാഡിയൻ ഭാഷ ഉണ്ടായി, പിന്നീടാണ് അക്കാഡിയൻ ഭാഷ രൂപാന്തരപ്പെട്ടത്. അപ്പോൾ മെസപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ സുമേറിയനാണ്, പിന്നീടത് അക്കാഡിയൻ ഭാഷയായിട്ട് രൂപാന്തരം പ്രാപിച്ചു. വളരെ കുറച്ച് മെസപ്പൊട്ടേമിയക്കാർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിവുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടേമിയയിലെ എല്ലാ ജനങ്ങളും എഴുത്തും വായനയും അറിയുന്നവരല്ല, അതിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എഴുത്തും വായനയും അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാലും ലോകത്തിലെ ആദ്യത്തെ സാക്ഷരതാ സമൂഹങ്ങളിൽ ഒന്നായിരുന്നു മെസപ്പൊട്ടേമിയൻ ജനത. ഓക്കെ, അപ്പോൾ ലോകത്ത് ആദ്യത്തെ ഒരു സാക്ഷരത സമൂഹം അല്ലെങ്കിൽ സാക്ഷര സമൂഹം എന്നറിയപ്പെടുന്നത് ആരാണ്? മെസപ്പൊട്ടേമിയൻ ജനതയാണ്. കാരണം അവർക്ക് കുറച്ചു പേർക്ക് എഴുതാനും വായിക്കാനും അറിവുണ്ടായിരുന്നതെങ്കിലും ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കിയത് എന്നതുകൊണ്ടാവാം ലോകത്തിലെ ആദ്യത്തെ സാക്ഷര സമൂഹങ്ങളിൽ ഒന്നായിട്ട്, ആദ്യത്തെ സമൂഹങ്ങളിൽ ഒന്ന് എന്നാണ് പറയുന്നത്. ഇവരാണ് ആദ്യത്തെ എന്നല്ല പറയുന്നത്, സമൂഹങ്ങളിൽ ഒന്നായിട്ട് ഇവരെ കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടേമിയയുടെ ആ ഭാഷ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സുമേറിയനായിരുന്നു മെസപ്പൊട്ടേമിയക്കാരുടെ ആദ്യ ഭാഷ, പിന്നീടത് അക്കാഡിയൻ ഭാഷയായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടേമിയയുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം ലിപിയാണ്. ക്യൂണിഫോം ലിപി ഉണ്ടായി വന്നത് ലാറ്റിൻ പദങ്ങൾ കൂടി ചേർന്നാണ്. ക്യൂനസ്, ഫോർമ, ഈ വാക്കുകളുടെ അർത്ഥം ആപ്പിൻ്റെ ആകൃതി എന്നാണ്. ക്യൂണിഫോം ലിപി ചിത്രലിപിയാണ്. നൂറുകണക്കിന് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരുന്നത്. ഇതിൽ അക്ഷരങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. മെസപ്പൊട്ടേമിയൻ ജനത ക്യൂണിഫോം ലിപി അല്ലെങ്കിൽ എഴുത്തുവിദ്യ കളിമൺ ഫലകങ്ങളിലാണ് തയ്യാറാക്കിയിരുന്നത്. എഴുത്തുകാരൻ കളിമണ്ണ് കുഴച്ച് ഫലകരൂപത്തിലാക്കുകയും അതിൻ്റെ ഉപരിതലം മിനുസപ്പെടുത്തിയെടുത്ത് മൂർച്ചയേറിയ എഴുത്താണി ഉപയോഗിച്ചിട്ടാണ് ആശയങ്ങൾ എഴുതിയിരുന്നത്. അത് വെയിലത്തിട്ട് ഉണക്കിയെടുത്താണ് അത് ഫലകങ്ങളാക്കി മാറ്റിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കി എന്ന് കരുതട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന എഴുത്തുവിദ്യയും നഗരജീവിതവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ മെസപ്പൊട്ടേമിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാവുന്ന ഏറ്റവും നല്ല ചോദ്യം, ഇമ്പോർട്ടൻ്റ് ചോദ്യം, പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരുന്ന ചോദ്യം, കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.